32,50,000 രൂപ ചിലവിൽ ഇന്റർലോക്ക് പതിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ആണ്ടിപ്പാടം വടക്കുമണ്ണം റോഡ് നാടിനു സമർപ്പിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിലെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ആണ്ടിപ്പാടം വടക്കുമണ്ണം റോഡ് മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ തവണത്തെ MLA ഫണ്ട് വീതം വെച്ചിട്ട് ഈ വാർഡിലെത്തി ആ റോഡിന്റെ പരിഹാരത്തിന് പറ്റി 20 ലക്ഷത്തിന് മുമ്പ് വെക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ ശ്രദ്ധേയമായി സാധാരണ MLA ഫണ്ട് കൊടുത്ത MLA ഫണ്ട് കൊണ്ട് തന്നെയാണ് പൂർത്തിയാക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കാറ്. പക്ഷെ മുനിസിപ്പാലിറ്റിയുടെ വീണ്ടും 12 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റി 12.5 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയെ വെച്ച് ആ റോഡ് പൂർണ്ണമായി നല്ല ഇന്റർലോക്ക് ചെയ്ത് മനോഹരമായി പോകണം ഗതാഗത യോഗ്യമാക്കിയിരിക്കുകയാണ്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം. MLA ഫണ്ടും മുനിസിപ്പൽ ഫണ്ടും കൂടി ഒത്തുചേർത്ത് നാടിന്റെ വലിയ പ്രയാസത്തിന് എല്ലാം ഉണ്ടാക്കുന്നു. ഞങ്ങൾ എല്ലാ വർഷവും വികസന പട്ടികയിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഇത്തരം റോഡുകൾ. പഞ്ചായത്തുകളിലാണ് നമ്മളെ ഗ്രാമീണ റോഡുകൾ എന്ന് പറയും. മുനിസിപ്പാലിറ്റികളാണ് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ പ്രധാന റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഇത്തരം പോക്കറ്റ് റോഡുകൾ. അപ്പൊ ആ റോഡുകൾ പരമാവധി നവീകരിക്കാൻ ഗതാഗത യോഗ്യപ്പെടുത്തണം പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ട്. ഇവിടെ ചെയർമാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മുനിസിപ്പാലിറ്റിയിൽ നിരവധി ഗ്രാമീണ റോഡുകൾ ഈ ഒരു ടേമിൽ ഇതിന് മുമ്പുള്ള ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് അതിനുള്ള ഒരു സന്തോഷമാണ് ഈ കുട്ടികൾ ഈ കാലാവസ്ഥയുടെ പ്രതികൂലതയിൽ ഇവിടെ സംഭവിക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന റോഡ് ഒരു വാഹനം പോകാൻ പറ്റാത്ത വാഹനം നേരാം വണ്ണം നടന്നു പോകാൻ പറ്റാത്ത അതിന് വലിയ പോരാട്ടമുണ്ട്. വീട്ടിലേക്ക് നല്ല റോഡില്ലാത്തതുകൊണ്ട് കല്യാണാലോചനകൾ കുറയുമ്പോൾ കണ്ണടിക്ക് വേണ്ടി ഗതാഗതം പറ്റാത്ത പോലെ ഇങ്ങോട്ട് നല്ല റോഡില്ലാതുകൊണ്ട് കല്യാണം വെച്ചു ഇതൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ അവരവരുടെ വീട്ടിലേക്ക് ഒരു ദിവസം പലപ്പോഴും വാഹനവും വൈദ്യുതി വരാനുള്ളത് ഒരു അനിവാര്യമാണ്. അതേ കാലത്താണ് എല്ലാ വീടുകളിലും വാഹനം വരുന്നത്. ഇതൊക്കെ ഏത് വീട്ടിലും ചെറിയ വാഹനം ഉണ്ടാവും, വീട്ടിലൊക്കെ നിർബന്ധമായിട്ടുണ്ടാവും. ഈ വാഹനം ഇല്ലാത്തവരാണെങ്കിൽ മറ്റു വാഹനങ്ങൾ ഓട്ടോറിക്ഷ ഇപ്പൊ റോഡ് പൊട്ടുകൊള്ളിയാണ് വെള്ളക്കെട്ടാണെങ്കിൽ ഓട്ടോറിക്ഷക്കാരും ഒരു വീട്ടിലാണ്. അപ്പോൾ സത്യത്തിലൊരു വല്ലാത്തൊരു കുറവ് തന്നെ ഇതിനൊക്കെ വീടുണ്ടാവും. സംഘടനാവട്ടെ ചെയ്യുന്നതാണ് ഏത് വീടായാലും ആ വീട്ടിലേക്ക് നല്ല റോഡ് കണക്ടിവിറ്റി ഈ കാലഘട്ടത്തിൽ പുറപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ വർഷത്തെയും ഇന്നത്തെ ചിന്ത ഈ റോഡുകളുടെ പ്രവർത്തനങ്ങളാണ് മുനിസിപ്പാലിറ്റിയിൽ തന്നെ നൂറുകണക്കിന് റോഡുകൾ മുനിസിപ്പാലിറ്റി ആയതിനു ശേഷവും അതുപോലെ മുനിസിപ്പാലിറ്റി ആവുന്നതിന് മുമ്പ് മണ്ണാർക്കാട് പഞ്ചായത്തായിട്ടാണ് നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ മുഹമ്മദ് ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ K. പ്രസീദ, വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ, കൗൺസിലർമാരായ മൻസൂർ, ഖൈറുന്നീസ, ഖദീജ എന്നിവരും പ്രേംകുമാർ മാഷ്, ഹസൻ മുഹമ്മദ്, അസീസ് മാഷ്, സുജീഷ് തുടങ്ങിയവരും സംബന്ധിച്ചു. 2023-25 വർഷത്തെ MLA ആസ്തി വികസന ഫണ്ട് 20 ലക്ഷം രൂപ, 2023-24 വർഷത്തെ AUGES മെറ്റീരിയൽ വർക്ക് ഫണ്ട് 5,50,000 രൂപ, 2023-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 7 ലക്ഷം രൂപ എന്നീ തുകകൾ ചേർത്ത് ആണ്ടിപ്പാടം വടക്കുമണ്ണം റോഡിന് ആകെ 32,50,000 രൂപയാണ് ഫണ്ട് അനുവദിച്ചത്.